ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടല്ല. ഇന്ന് നമ്മൾ വന്നേക്കണം എന്ന് പറഞ്ഞാൽ ഒരു ടെക് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്നലത്തെ എൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഗെയിമിംഗ് വീഡിയോ മാത്രം ഫോക്കസ് ചെയ്യില്ല. ഞാൻ ടെക് വീഡിയോസ് ചെയ്യും, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെയ്യും, ഗെയിമിംഗ് വീഡിയോസ് ചെയ്യും. ഗൈസ് പിന്നെ കാര്യം പറഞ്ഞിട്ട് ഈ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഇല്ലേ, നിങ്ങളധികം പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലേ ഗൈസ്, എൻ്റെ ഫോണിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കണം. എൻ്റെ ഫോണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ പണ്ടേ ചാത്തനാണ്. ഒരു ക്ലാരിറ്റി ഒന്നും മര്യാദക്കില്ല. അപ്പോൾ ഈ പുറത്ത് പോയി വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ പോലും മനസ്സിലാവില്ല. ഇപ്പം എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെനിക്ക് ഇപ്പം എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ടെക് വീഡിയോയും പിന്നെ ഗെയിമിംഗ് വീഡിയോ ഞാൻ മെയിനായിട്ട് ഞാൻ ചെയ്യും ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്നൊരു ഫോണിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഞാൻ ഈ വെബ്സൈറ്റിൽ നിന്ന് കുറച്ച് ചെകഞ്ഞെടുത്ത കുറച്ച് ഇൻഫോർമേഷൻ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോണിൻ്റെ പേര് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് തരംഗമായ എല്ലാ യൂട്യൂബേഴ്സും റിവ്യൂസ് ഒക്കെ ഇട്ടൊരു ഫോണുണ്ട്. ആ ഫോണിൻ്റെ പേര് റെഡ്മി ടർബോ 5. അതാണ് ആ ഫോണിൻ്റെ പേര്. അതിനെപ്പറ്റി കുറച്ച് മെയിൻ ഫീച്ചേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആരെങ്കിലും ഈ ഫോൺ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾ ഓരോ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടും ഗൈസ്. ഈ വീഡിയോൻ്റെ ഒന്നാമത്തെ കാര്യം ഗൈസ് തുടങ്ങണേ ഫീച്ചർ 1. ഗൈസ് എല്ലാവർക്കും ഒരു മെയിനായിട്ട് ഈ ഫോണിൽ നോക്കുന്ന ഒരു സംഭവമുണ്ട്, റിഫ്രഷിങ് റേറ്റ് അല്ലെങ്കിൽ ബാക്കപ്പ് ഗൈസ്. ഈ റെഡ്മി ടർബോ 5 എന്ന് പറഞ്ഞ ഫോണിൻ്റെ റിഫ്രഷിങ് റേറ്റ് പറയുന്നത് എന്ന് പറഞ്ഞാൽ 120 Hz ആണ്. ഓക്കെ, റിഫ്രഷിങ് റേറ്റ് അടിപൊളിയാണ് ഗൈസ്, നല്ലതാണ്. പിന്നെ രണ്ടാമത്തത് ഡിസ്പ്ലേ എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ ആണ് ഫോൺ വരുന്നത്. പിന്നെ മൂന്നാമത്തത് എല്ലാ ആൾക്കാരും മെയിനായിട്ട് നോക്കുന്ന ഒരു സംഭവമുണ്ട്, ചാർജിങ് ഗൈസ്. ഈ ഫോണിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹാപ്പി അല്ലേ? നാലാമത്തത് ഡിമെൻസിറ്റി 8500 Ultra, അതാണ് ഡിമെൻസിറ്റി വരുന്നത്, നല്ലതാണ്. ഈ 4 കാര്യങ്ങൾ മെയിനായിട്ട് ഈ ഫോൺ എടുക്കാൻ പോകണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാം ഗൈസ്, ഈ 4 കാര്യങ്ങൾ. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ ചോദിക്കും ക്യാമറ എങ്ങനെ ഉണ്ടാവും, നല്ലതാണെന്നൊക്കെ ചോദിക്കും ഗൈസ്. ഞാൻ കാര്യം പറയട്ടെ, ഈ ഫോണിൻ്റെ ക്യാമറയിൽ ഭയങ്കര അടിപൊളി പൊളപ്പൻ എന്നൊന്നും ഞാൻ പറയത്തില്ല. സാധാരണ ഒരു നോർമൽ ക്യാമറ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ റെഡ്മി ടർബോ 5ൻ്റെ ക്യാമറ കമ്പനി പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത് 50 MP മെയിൻ സെൻസറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, 50 MP എന്നൊക്കെ പറയുമ്പോൾ എന്തോരം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതാണ് ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കാര്യം മെയിനായിട്ട് നോക്കുന്ന ഒരു സാധനമാണ് പ്രോസസ്സർ. ഏതാണ് ഗൈസ്? ഈ റെഡ്മി ടർബോ 5ൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മീഡിയ ടെക്കിൻ്റെ 8500 Ultra ഇതിൻ്റെ പ്രോസസ്സർ. മെയിനായിട്ട് എല്ലാവരും നോക്കുന്ന സംഭവം. പിന്നെ ഈ മെയിനായിട്ട് ഈ പ്രോസസ്സർ നോക്കുന്ന പോലെ തന്നെ വേറെ ഒരു സാധനം നോക്കും ആൾക്കാർ, എന്താണെന്നറിയോ? സോഫ്റ്റ്വെയർ ഗൈസ്. ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഷവമിയുടെ ഹൈപ്പർ OS 3 അതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ആൾക്കാർ ചോദിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എത്രയാണ് ഗൈസ്? ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.59 ഇഞ്ച് സ്ക്രീൻ, അതാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കാര്യവും ഈ ചാർജിങ് പോലെ തന്നെ മെയിനായിട്ട് നോക്കുന്ന ഒരു സംഭവമുണ്ട്, ബാറ്ററി ഗൈസ്. ഈ ഫോണിൻ്റെ ബാറ്ററി വരുന്ന പറഞ്ഞാൽ 7540 7540 mAh ബാറ്ററിയാണ് റെഡ്മി ടർബോ 5 കമ്പനി അവകാശപ്പെടുന്നത്. ഓക്കെ, പിന്നെ എല്ലാവരും അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കും, ഈ ഫോണിൻ്റെ വില എത്രയാണ് ഗൈസ്? ഞാൻ പറയട്ടെ, ഞാൻ ഈ വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ ഓരോ വെബ്സൈറ്റിലും ഓരോ വിലയാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, 35K to 40K ഇതിൻ്റെ ഉള്ളിലേ ആ ഫോണിൻ്റെ വില വരുള്ളൂ ഉറപ്പായിട്ടും. ഇപ്പം എന്തായാലും നമ്മൾ നല്ലൊരു ഫോൺ എടുക്കണമെങ്കിൽ എന്തായാലും നമ്മൾ 30,000 40,000 കൊടുക്കണം. അപ്പോൾ എടുക്കുമ്പോൾ നല്ല സാധനം എടുക്കാമല്ലോ ഗൈസ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളോട്, ഗെയിമിങ്ങിനായിട്ട് ആരെങ്കിലും ഈ ഫോൺ എടുത്താൽ അവനെ മുട്ടുകാർ തല്ലി ഓടിക്കും ഞാൻ ഗൈസ്. ഞാൻ കാര്യം പറയാം, ഗെയിമിങ്ങിനായിട്ട് ആരും ഈ ഫോൺ എടുക്കരുത് കേട്ടോ, ദൈവത്തോർത്ത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഗെയിമിങ്ങിനായിട്ട് ഇങ്ങനത്തെ ഒരു ഫോൺ വേണമെങ്കിൽ റെഡ്മി ടർബോ 5 Max എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്, അതെടുത്തു. ഗെയിമിങ്ങിന് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ്, അതെടുത്താൽ മതി. സാധാരണ ഒരു കാരണി, ഒരു നോർമൽ പേഴ്സൺ, അയാൾക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു ഫോണാണ് റെഡ്മി ടർബോ 5. ഓക്കെ, വ്യത്യാസം മനസ്സിലായില്ലേ? 35K to 40K റെഡ്മി ടർബോ 5 കിട്ടും. റെഡ്മി ടർബോ 5 Max ആണെങ്കിൽ 69,000 70,000 വരും. കാരണം കുറച്ച് ഗെയിമിങ് ആയിട്ട് കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? വേറെ ഒന്നുമില്ല.
ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഈ ഫോണിൻ്റെ മെയിനായിട്ട് ഞാൻ കുറച്ച് അകഞ്ഞെടുത്ത കാര്യങ്ങൾ. നിങ്ങൾ ഈ ഫോൺ എടുക്കാൻ വേണ്ടി മെയിനായിട്ട് ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം ഗൈസ്. അല്ലാണ്ട് എടുക്കരുത്. ഏത് ഫോണായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ ടെക് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല ടെക് വീഡിയോസ്, ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ വീണ്ടും വരാം. ഞാനൊരു നല്ലൊരു നിലയിൽ എത്തിയിട്ട് ഞാൻ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യും ഗൈസ്. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനത്തെ ടെക് വീഡിയോസും ഗെയിമിംഗ് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പിന്നെ നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഗൈസ്, ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ ഗൈസ്.